ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? ഡാർജിലിംഗ്, കൊടൈക്കനാൽ, മുസോറി, നീലഗിരി. ഉത്തരം കൊടൈക്കനാൽ. ബംഗാൾ ഉൾക്കടൽ നദീ വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? കൃഷ്ണ, കാവേരി, നർമ്മദ, മഹാനദി. ഉത്തരം നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര. ഉത്തരം സിന്ധു. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അറബി, ലാറ്റിൻ, ഇംഗ്ലീഷ്, സംസ്കൃതം. ഉത്തരം അറബി. കാൽബൈശാഖി എന്നത് കാറ്റ്, നൃത്തം, മേഘം, ഉത്സവം. ഉത്തരം കാറ്റ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? കാട്ടുകഴുത, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിപ്പപ്പൊട്ടാമസ്, സിംഹം. ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? മനാസ് ദേശീയോദ്യാനം, കാഞ്ചൻജംഗ ദേശീയോദ്യാനം, ജൽദപ്പാറ ദേശീയോദ്യാനം, ഡച്ചിങ്ങ ദേശീയോദ്യാനം. ഉത്തരം കാഞ്ചൻജംഗ ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ? അൽഫോൺസ ഡി അൽബുക്കർക്ക്, പെഡ്രോ അൽവാരിസ് കബ്രാൽ, വാസ്കോഡ ഗാമ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഉത്തരം വാസ്കോഡ ഗാമ. ഝാൻസി റാണി വീരവൃത്തി വരിച്ച വർഷം? 1858, 1859, 1860, 1857. ഉത്തരം 1858. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്, കോൺവാലിസ്, വില്യം ബെൻഡിക്, ഡൽഹൌസി. ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം? ദേവസമാജം, ആര്യസമാജം, പ്രാർത്ഥന സമാജം, ബ്രഹ്മസമാജം. ഉത്തരം ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1814, 1815, 1816, 1817. ഉത്തരം 1815. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. ഉത്തരം ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരും? നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, കെ കേളപ്പൻ, മഹാത്മാഗാന്ധി. ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം? ബർദോളി സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി? ഗ്യാനി സെയിൽ സിംഗ്, സക്കീർ ഹുസൈൻ, എസ് രാധാകൃഷ്ണൻ, വി ഗിരി. ഉത്തരം എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി? APJ അബ്ദുൽ കലാം, നീലം സഞ്ജീവ് റെഡ്ഡി, സക്കീർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഉത്തരം സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശക തത്വം. ഉത്തരം മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? 21ാം ഭേദഗതി, 24ാം ഭേദഗതി, 26ാം ഭേദഗതി, 27ാം ഭേദഗതി. ഉത്തരം 24ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി? 44ാം ഭേദഗതി, 46ാം ഭേദഗതി, 47ാം ഭേദഗതി, 49ാം ഭേദഗതി. ഉത്തരം 44ാം ഭേദഗതി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 350, 359, 300, 360. ഉത്തരം 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1990, 1993, 1994, 1996. ഉത്തരം 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുഖ്യമന്ത്രി, ഗവർണർ. ഉത്തരം ഗവർണർ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പറല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഉത്തരം കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, ഗവർണർ. ഉത്തരം മുഖ്യമന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാർ. ആർ കെ മാത്തൂർ, സൂരജ് ബാൻ, രാംധൻ, അലോക് റാവത്ത്. ഉത്തരം അലോക് റാവത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. മഞ്ചേശ്വരം, മടിക്കൈ, ചെമ്മനാട്, മംഗൽപാടി. ഉത്തരം മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.28, 1.18, 2.18, 1.38. ഉത്തരം 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. മൂന്നാർ, പുനലൂർ, കുണ്ടറ, തലശ്ശേരി. ഉത്തരം കുണ്ടറ. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി, മെട്രോളജി, ഡെർമറ്റോളജി, പീഡിയോളജി. ഉത്തരം പെഡോളജി.